ഞാൻ ഒരു വട്ടം ഷൂട്ട് ചെയ്ത് പക്ഷേ റെക്കോർഡിങ് അറിയാതെ ഞാൻ പോസ് ആക്കിയത് അറിയാതെ ഞാൻ സേവ് ആക്കി. അപ്പം റെക്കോർഡിങ് നിന്ന് നമുക്ക് അതിൻ്റെ ബാക്കി കളിക്കാം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ ഗെയിം കൂടെ കളിക്കാം. ഓക്കെ പിന്നെ ബെഡ് ഗ്ലാസ് ആണ്. നമുക്ക് നൈറ്റ് ഗ്ലാസ് ഇല്ലല്ലോ. പക്ഷെ അങ്ങോട്ട് കയറുമ്പോൾ എന്താ പിങ് FPS പറയുന്നത് ബാക്ക് ആയിട്ട് പോവുക. അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ പറ്റുന്നില്ല നമുക്ക്. അതുകൊണ്ട് ഞാൻ വേറെ ക്ലാസ് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി വേറെ ഒന്ന്. അത് നമുക്ക് നേരെ കയറ്റിയതാണ്. എൻ്റെ പൊന്നാൻ എത്രയൊക്കെ പെട്ടെന്ന് ഇമാര് എൻ്റെ ഉള്ളിൽ വേറെ സാധനം ഉണ്ടായി വെച്ചത്. പെട്ടെന്ന് പൊട്ടാൻ ഭയങ്കര സമയം എടുക്കുന്നു. സെറ്റ് നമ്മൾ ബ്ലൂവിൻ്റെ പൊട്ടിച്ചിട്ടുണ്ടോന്ന്. നമ്മുടെ ബെഡ് ആരെങ്കിലും പൊട്ടിച്ചെല്ലോ. നമ്മൾ എല്ലാണ്. പക്ഷെ നമുക്ക് തിരിച്ചെടുക്കണം. നമ്മളെ കച്ചികളെ പൊട്ടാല ഇതിലെ പ്രയാസമാണ്. ഇമാരൊക്കെ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. രീതി ഇടില്ല രീതിക്ക് അമ്മയൊക്കെ ബ്ലോക്ക് ആക്കി വെക്കുന്നത്. നമ്മുടെ ആൾക്കാർക്ക് ഒന്നും ഇല്ലല്ലോ. ജയിച്ചു പക്ഷെ ഉഷാറേ ഉള്ളത്. ഞങ്ങൾക്ക് ആ കുഴപ്പമില്ല, നമ്മൾ ജയിച്ച്. ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് പോവാം. നെക്സ്റ്റ് റൗണ്ട് എന്താണ് സൗണ്ട് കേൾപ്പിക്കുന്നത്? ഓക്കെ നമുക്ക് അടുത്ത റൗണ്ട് മാപ്പ് റിസോഴ്സ് ലോഡിങ് ചെക്കിങ് മെഷീൻ പീസ് വെച്ച്. ഓക്കെ ബാക്ക് ടു ആപ്പ് വെയിറ്റിംഗ് റോൾ വീണ്ടും പ്ലീസ്. ഓക്കെ പഠിച്ച കഴിഞ്ഞ് നമുക്ക് അടുത്ത കളിയിലോട്ട് പോവാം. ഓക്കെ ബെഡ് വാച്ച്. ഓക്കെ കണ്ടിട്ട് പറഞ്ഞു. ഓക്കെ എന്നാ ചെയ്യണ്ടേ? ആ കമ്പ് വടി വെച്ചിട്ടുണ്ടല്ലേ. സിസറൊന്നും ഞാൻ ഇവിടെ എടുക്കുന്നില്ല. അതറിയാം. സിസർ ഇതിനെടുത്ത് നമുക്ക് പിക്കാച്ച് ആക്സ് വേണ്ടേ? പിക്കാച്ച് 3 ഇത് 2 കിട്ടിയാൽ മതി. നമ്മൾ ഗോൾഡ് ആക്കുന്നില്ല. ഗോൾഡ് വേണ്ട. നമുക്ക് ഡിഫറൻസ് 9 വേണ്ട. നമുക്ക് ഇത് 3 ആവും. നമുക്ക് എന്നിട്ട് സോഡോടെ പത്താക്കിയിട്ട് ഇത് അമ്പോടെ മേടിച്ചിട്ട് നമുക്ക് പോവാം. നമുക്ക് ഇച്ചിരി ബ്ലോക്ക് മേടിച്ചിട്ടാണ് ബ്ലോക്ക് 560 അത്ര മതി. ഇനി നമുക്ക് 2 3 നമുക്ക് 10 ആവണം. 10 ഇവിടെ 9 ഇതൊക്കെ പെട്ടെന്നെല്ലാം മേടിക്കും. കുറേ സ്ഥലം വേണം. അമ്മമാർ മേലിനും താരയിലും ഒക്കെ പൊട്ടിക്കും. നമ്മൾ മേളത്തൊക്കെ കുറേ വെക്കണം. ഓക്കെ സെറ്റ് നേരെ പോയി ഓക്കെ പൊട്ടാത്തയോ? അടി എല്ലാവരുടെ ബെഡ് നമ്മൾ പൊട്ടിച്ച് എല്ലാവരുടെ ബെഡ് പൊട്ടിച്ച്
അമ്മേ ബാക്കിന് വരുന്നുണ്ട്. പിള്ളേരെ സെറ്റപ്പാക്ക്. നമുക്ക് വേറെ ആളുകൾ പോയി മോഷിക്കും. പൈസ ഉണ്ട്. നമുക്ക് ഒരു ബ്ലൂ അതിനെ നീ അവിടെ തിരിച്ചെടുക്കാം. നമുക്ക് മുന്നേ പോകാം. ഓക്കെ അന്ന് കിട്ടി സമാധാനം. അമ്മയുടെ ബെഡ് പൊട്ടിക്കുന്നു. ഇവിടെ പൊട്ടമായ ആരെങ്കിലും ഡിഫറൻസ് വെക്കടാ. റെഡിന്റെ ബെഡ് ഓടിപ്പോയി പൊട്ടിക്കണ്ടത്. അവരടി ഉണ്ടാക്കട്ടെ. എനിക്ക് സാറ് ബെഡ് പൊട്ടിക്കൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് റൗണ്ട് റീമാച്ച് കളിക്കാം. ഒന്നുകൂടെ കളിക്കാം. നമ്മൾ തോറ്റാണ്. നമ്മുടെ പൊട്ടന്മാർ ആരും ബെഡിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളെല്ലാ കാര്യങ്ങളും അമ്മയോട്ട് ഗ്രീനാണ്. ഒക്കെ രണ്ട് കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു. ഫസ്റ്റ് നമ്മുടെ എന്തായിരുന്നു ബെഡിൻ്റെ കടി നോക്കാൻ പോവുക. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ നേരെ ബെഡിൻ്റെ ചുറ്റും ബെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അതേ പോയിട്ട് ആരും അറിയാത്തതിൻ്റെ പോയിട്ട് നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ വെക്കാം. ഓക്കെ പറ്റില്ല. നിങ്ങൾ ബെഡ് സെറ്റാക്ക്. പൊട്ടന്മാരാണ്. ഇനി ബുക്കിൻസൊക്കെ നോക്കണം. ഒക്കെ നമുക്ക് മെയിനായിട്ട് സിക്സർ വേണ്ട. നമുക്ക് ബിൽഡിംഗ് ബോക്സ് ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ നമുക്ക് ഒരു ആർമറ് സിൽവർ മതി. ഞാൻ സിൽവർ എടുക്കുന്നുള്ളൂ. അത് വേറെ കാര്യം. ചില പൊട്ടൻഷ്യൽ വേണം, അതൊക്കെ സത്യമാണ്. പക്ഷെ പൈസ കുറേ നേരം നിൽക്കണമല്ലോ. ചില പൈസ ചില നേരം നമുക്ക് നിൽക്കണം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് 10 ആയിട്ട് നമുക്ക് അങ്ങ് വിടയിലോട്ടങ്ങ് ഇറങ്ങാം. നമുക്ക് സ്റ്റീലിലൊക്കെ എല്ലാം മാറ്റി ആരെങ്കിലും വരുന്നുണ്ട്. അറ്റാക്ക്. ഓക്കെ അറ്റാക്ക് തുടങ്ങി. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ എനിക്ക് അറിയത്തില്ല. ഓക്കെ എല്ലാം നോക്കണം. ഓക്കെ നമുക്ക് ഇച്ചിരി വേണം. കത്തി വെച്ചിട്ട് ഒന്ന് ഇത് പൊടിയുക. എന്നിട്ട് നമുക്ക് ബോക്സ് എടുക്കുക. ബോക്സ് എടുത്തിട്ട് ആക്കി വെക്കണം. വേണ്ട വരുമ്പോഴൊക്കെ വരുന്നുണ്ട്. നമ്മൾ നേരെ പോയി പൊട്ടിക്കാൻ പോകുന്ന മണ്ണിയുടെ ബെഡ് നമ്മുടെ എന്താ പറയും ഇനി നമുക്കതുകൊണ്ട് ഒരു ദിവസം എല്ലാം പോയിട്ടെന്ന് പറയാം.
ഓ ഡയമണ്ട് ആക്കി അത് ഗോൾഡാക്കി ഇനി നമുക്ക് ഇച്ചിരി ബിൽഡിങ് ഇല്ല പൊട്ടാഷ്യം വേണം എല്ലാവരും പെട്ട് പിടിച്ച് മഞ്ഞടേ ഉള്ളൂ മഞ്ഞടെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് സമയം നടക്കത്തില്ല നമ്മുടെ പക്ഷേ മഞ്ഞടെ കുട്ടിക്കുന്നുണ്ട് നെക്സ്റ്റ് റൗണ്ട് ഞങ്ങൾക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാം. നമ്മുടെ ടീം അങ്ങനെ ജയിച്ചു ഫൈനലി. ഓക്കെ അടുത്ത റൗണ്ട് റീമാച്ച്. നമുക്ക് അമ്മമാരെ വീണ്ടും പറയുന്നത് റീമാച്ചിന് നമ്മുടെ പിള്ളേരെ സിനിമ ഇപ്പം കപ്പല്ല കേട്ടോ. പക്ഷേ ഇവരുടെ വീട്ടിൽ കളിക്കണമായിരുന്നു ഇല്ല ഇച്ചിരി പണിയായി തുടങ്ങി. നമ്മൾ എടാ എല്ലാവരും വർഷം പൈസ എടുക്കാറടാ നമുക്ക് ഇച്ചിരി പൈസ പാവപ്പെട്ടവർക്ക് പൈസ നമുക്ക് ഇച്ചിരി ഞാൻ സാധാരണ എടുത്തടാ ഓടിപ്പോയി ഞാൻ പൈസ ഓക്കെ ഇത് അമ്പതിലുണ്ടാക്കി ഈ വട്ടം അവരെല്ലാം പിന്നെ രണ്ട് സോഡ് നമുക്കൊന്ന് 10 ഇതിൻ്റെ ആക്കണം. നമ്മുടെ ആരോഗ്യം
ബെഡ് പൊട്ടിയോ? ഹെൽത്ത് കൂട്ടണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ മേടിക്കുക.
നമ്മുടെ ബെഡ് പൊട്ടിച്ചു. മൂന്ന് പേരാണ് ഇവിടെ ചെയ്ത് ഹെൽമെറ്റ് അടിക്കണം. आप लोग भी मेरे जैसा अपने टीम के सबसे फ्लेक्सिबल ഇടയ്ക്കൊക്കെ ഞാൻ മിണ്ടായിരുന്നിട്ടുണ്ട്. അത് ഇടയ്ക്കൊക്കെ മിണ്ടായിരുന്നേ. നമുക്ക് ഓക്കെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത പുതിയ വീഡിയോ ബൈ. പിന്നെ നമുക്ക് നാളെ ഏതെങ്കിലും സമയത്ത് വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ. അതുവരെ എല്ലാവർക്കും ബൈ, ടാറ്റാ.